കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു തുള്ളി പെയിന്റ് ഇല്ലാതെ നമ്മൾ കുപ്പി ഭംഗിയാക്കാൻ പോവാണ്. അതൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിൽ ഭംഗിയാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരു ഉരുണ്ട ബോട്ടിലായിട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബോട്ടിലാണോ കയ്യിൽ അതെടുക്കാം, ഒരു കുഴപ്പമില്ല. ഇതിന് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഭംഗിയാക്കണമെങ്കിൽ അതുപോലെയൊക്കെ എടുക്കണം കേട്ടോ ബോട്ടിൽ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും വാങ്ങിക്കുന്ന കടയും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ത്രെഡ് ജൂട്ട് ത്രെഡ് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. ഫെവിക്കോളിലാണ് ചുറ്റുന്നത്. ഇതിന് പകരം സാധാരണ ജൂട്ട് ത്രെഡ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതിയാവും കേട്ടോ. അപ്പോൾ റെഡ് കളറിലെ ജൂട്ട് ത്രെഡ് ചുറ്റിക്കഴിഞ്ഞു. ഫെവിക്കോളൊക്കെ വെച്ച് തേച്ചത് കൊണ്ട് കരിച്ചൊന്നും കളയണ്ട, നമ്മൾ നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ റിബൺ എടുക്കാം. ഓർഗാൻസ റിബൺ അല്ലെങ്കിൽ സാറ്റൻ റിബൺ, വലുതോ ചെറുതോ വീതി കുറഞ്ഞതോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വീതിയുള്ള റിബണാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സൂചി, ഹോള് വലിയ സൂചിയാണ്, അതുപോലെ തന്നെ നല്ല നീളമുള്ള സൂചിയാണ്, സാധാരണ തയ്ക്കുന്ന സൂചിയല്ല. അത് നമ്മുടെ സാധാരണ കടയിലൊക്കെ കിട്ടും കേട്ടോ ഈ സൂചി. അപ്പോൾ എന്നിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഗ്രീൻ കളറിലെ റിബണാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാം. ഈ ഗ്രീൻ കളർ നമ്മൾ റെഡ് കളറിലെ ബോട്ടിൽ ചെയ്ത് ഗ്രീൻ കളറിലെ ഫ്ലവർ ആയിക്കോട്ടെ. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയാവും. റെഡ് കളറല്ലേ എപ്പോഴും നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ റിബൺ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് കുറച്ച് നീട്ടി എടുക്കണം. നമ്മൾ സൂചി കുത്തണം, എന്നിട്ട് ഇതുപോലെ എടുക്കാം. ഇനി ഈ നീളം നമുക്ക് കറക്റ്റായിട്ട് വേണമെങ്കിൽ, ഇനി അടുത്തടുത്ത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വേണമെങ്കിൽ സ്കെയിലിൽ നമ്മൾ നോക്കിയെടുക്കാം. പക്ഷേ എപ്പോഴും അത് വേണ്ട. നമ്മൾ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത് ചെയ്യാനായിട്ട് പെട്ടെന്ന് കിട്ടും. ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ അടുക്കി അടുക്കി നമ്മൾ കുത്തി കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് അടുക്കി അടുക്കി കുത്തി കൊടുക്കാം. അപ്പോൾ സൂചി കണ്ടില്ല, അപ്പോൾ നമ്മൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ അളവ് കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. ഇങ്ങനെ അടുക്കി അടുക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഓരോന്നും നമ്മൾ ഇതുപോലെ കുത്തി കുത്തി അടുക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ പെറ്റൽസ് വേണമെങ്കിൽ ഒരു 7-8 എണ്ണം എന്തായാലും എടുക്കണം. ആ ഒരു അടുക്ക് 7-8 എണ്ണത്തിൽ കൂടുതൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ സൂചിയുടെ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൻ്റെ ഭാഗത്തായിട്ട് എടുത്തിട്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് അത് കത്രി വെച്ചിട്ട് ഈ ഒരു നീട്ടി എടുത്തിട്ടുണ്ടല്ലോ ആ റിബൺ നമുക്ക് ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ഇതുപോലെ കോർണറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരറ്റം കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒന്ന് ലൈറ്റർ എടുത്തിട്ട് ഒന്ന് കരിയിച്ച് കളയണം. കരിയിച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ റിബൺ സാറ്റൻ റിബണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂലിങ്ങോട്ട് പൊളിഞ്ഞു പോരും, ഇങ്ങനെ ഇളകി ഇളകി വരും. അത് വരാതിരിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ അറ്റം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്കപ്പോൾ സൂചിയിലോട്ട് കോർത്ത് കൊടുക്കാൻ പെട്ടെന്ന് പറ്റും. കണ്ടില്ലേ, ഇതുപോലെ കോർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഹോളിലോട്ട് കുറച്ച് ഭാഗം ഒന്ന് കോർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ പുറത്തോട്ട് കിട്ടും. പുറത്തോട്ട് കിട്ടുമ്പോൾ കുറച്ച് മതി, കുറച്ച് ഭാഗം നമുക്ക് മതി. ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ സൂചിയിൽ പിടിച്ചിട്ട് നമ്മുടെ ഒരു വിരലിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഇതുപോലെ റിബൺ വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുക്കുക സൂചി. എന്നിട്ട് സൂചി പെട്ടെന്നൊന്നും പറ്റില്ല കറക്കാൻ. അപ്പോൾ നമ്മൾ കറക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ റിബൺ ഇങ്ങനെ പെറ്റൽസ് ഇങ്ങനെ തട്ടി തട്ടി വളച്ച് ഇങ്ങനെ കൊടുക്കണം. എന്നിട്ട് അടിയിലോട്ട് എത്തുമ്പോൾ സൂചി നമുക്ക് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് എടുക്കണം. കണ്ടില്ലേ, അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഒരറ്റം നമുക്ക് പുറത്തേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കരിയിച്ച് കൊടുക്കാം. കരിയിച്ച് കൊടുക്കുമ്പോൾ അതിലവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം കൂടെ ഒന്ന് കരിയിച്ച് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗം കൂടെ കരിയിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ഫ്ലവർ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഇനി നമുക്ക് ഇത് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യാൻ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്രീൻ കളറിലെ ഫ്ലവറാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടുകാർ ഇന്ന് വന്നിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. അലീഷ, നിത, അനന്യ, ദിയാസിറിൻ്റെ കൂട്ടുകാരി ഗ്രീഷ്മ, എൻഎം, നിമ്യ, അനുമോൾ. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ
നമ്മൾ ഫ്ലവർ വെച്ച് അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് കുഞ്ഞ് റിബൺ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിങ്ക് കളറിൽ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഭംഗി കൂട്ടാനായിട്ട് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.